ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ, വ്യഭിചാരം നാട്ടിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അങ്ങനെ തിന്മ നടക്കണമെന്നുള്ളത് കൊണ്ടല്ലേ ഇവരിങ്ങനെ മൊബൈൽ ഫോണിൽ അയച്ചു കൊടുക്കുന്നത്. മൊബൈൽ കടക്കാരനോടും സൈബർ കഫയുടെ ആളുകളോടൊക്കെ പറയാനുള്ളത് ഇതാണ്: നിങ്ങൾ എന്ത് ചെയ്യും? നന്മ ഇങ്ങനെ തിന്മ പ്രചരിപ്പിക്കല്ല. സിനിമാ ഗാനങ്ങൾ ചോദിച്ചു വരുമ്പോ, അതേപോലെ മൊബൈൽ ഫോൺ കേടായി ഇതൊന്ന് ശരിയാക്കി തരണമെന്ന് പറയുമ്പോ അതിന്റെ പഴയകാല വീഡിയോകൾ നീ റീകവർ ചെയ്തിട്ട് വേണ്ടാത്ത വീഡിയോകൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചിട്ട് പെണ്ണിനെ കുടുംബത്തിന് തകർക്കുന്ന ഒരാളായി നീ മാറരുത്. എന്തിനാണ് ഈ ഹറാമിന്റെ സമ്പത്ത് നിനക്ക്? എന്താണ് ഇതുകൊണ്ടുള്ള നേട്ടം? എന്താണ്? ഞാൻ ചോദിക്കട്ടെ, എത്ര കുടുംബം കയ്പുനീര് കുടിക്കേണ്ടി വന്നിട്ട് ഇതിന്റെ പേരിൽ? പെൺകുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ ഏതെങ്കിലും ഒരു മൊബൈൽ കട കാണുമ്പോൾ അവരെ കൊടുത്തിട്ട് പറയാ ഇതിന്റെ ഡിസ്പ്ലേ പോയിട്ടുണ്ടെന്ന് ശരിയാക്കി തരണമെന്ന്. അവര് വാങ്ങിച്ചിട്ട് ഡിസ്പ്ലേ മാറ്റുക. എന്നിട്ട് പഴയ കാലത്ത് അവരെടുത്ത സെൽഫികൾ ഒരു പക്ഷേ ശരീരത്തിന്റെ അവയവങ്ങൾ കാണുന്നുണ്ടാകും, അല്ലെങ്കിൽ അവരുടെ ഭർത്താവിന് അയച്ചു കൊടുത്ത ഫോട്ടോകൾ, ഇതൊക്കെ അവർ റീകവർ ചെയ്തെടുത്തിട്ട് വേണ്ടാത്ത ഫോട്ടോകൾ സൂക്ഷിച്ചിട്ട് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് പെണ്ണുങ്ങളുടെ ചാരിത്രം കവരുന്ന ചെറുപ്പക്കാർ. നിങ്ങൾക്ക് നാശമുണ്ട്. നിൽക്കരുത്, അങ്ങനെ ഒരു തോന്നിവാസത്തിന് നിൽക്കരുത്. പെൺകുട്ടികളെ, നിങ്ങൾ എങ്ങനെ ചെയ്യരുതേ? അറിയാതെ ബോധമില്ലാതെ മൊബൈൽ ഷോപ്പിൽ കൊണ്ടുപോയി ഫോണും കൊടുത്തിട്ട് നിങ്ങളുടെ അഭിമാനം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഒരു പക്ഷേ ഭർത്താവിന് വേണ്ടിയിട്ടൊക്കെ ഫോട്ടോകൾ അയച്ചു കൊടുത്തിട്ടുണ്ടാകും. അയക്കരുതേ, അത് ചെയ്യരുത്. കാരണം സോഷ്യൽ മീഡിയയും ഫേസ്ബുക്കും വാട്സപ്പും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ ഫോട്ടോകൾ ഒപ്പിയെടുക്കാൻ ആളുകളുണ്ട്. അതുകൊണ്ട് അവസാനം കണ്ണീര് കുടിക്കേണ്ട ദാരുണമായ ദയനീയമായ അവസ്ഥ നിങ്ങൾക്കില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വിഷയം അവസാനമായി ഞാൻ ചർച്ച ചെയ്തത്. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ, വ്യഭിചാരവും തോന്നിവാസവും തിന്മകളും സമൂഹത്തിൽ പ്രചരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ലഹും അദാബുൻ അലീമുൻ ഫിദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിൽ മാത്രമല്ല അവർക്ക് ശാപമുള്ളത്, ദുനിയാവിലും നിങ്ങൾക്ക് ശാപമാണ്, ആഖിറത്തിലും ശാപമാണ്. ദുനിയാവിൽ കുഴപ്പമില്ല, ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ തീർന്നു. എന്നാൽ ആഖിറം അത് തീരുന്നതൊന്നാണോ? ആഖിറം തീരില്ലല്ലോ. അത് എറ്റേണലാണ്, അനന്തമാണ്, നീണ്ടുകിടക്കും. നരകത്തിൽ ജീവനും മരണവുമില്ലാതെ കാലാകാലം ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തിന്മയുടെ പ്രചാരകരായി, ഗാനമേളകളുടെ സംഘാടകരായി, അങ്ങനെയുണ്ട് ചില ആളുകൾ, ഗാനമേളകളുടെ സംഘാടകരാവുക. അവർ തന്നെയാണ് വാദിന്റെയും സംഘാടകർ. എന്താണ് ഈ ഗാനമേളകൾ സമൂഹത്തിന് നൽകിയതെന്താ? ആഭാസങ്ങൾ. പെൺകുട്ടികൾ സ്റ്റേജിൽ കയറി നൃത്തം വെക്കുന്നത്, അവരുടെ ശരീരം പ്രദർശിപ്പിക്കുന്നത്, മ്യൂസിക്കുകൾ സമൂഹത്തിന്റെ മനസ്സിലേക്ക് കയറ്റി അവരുടെ ഹൃദയത്തിൽ കാഠിന്യമുണ്ടാക്കുന്നത്, വ്യഭിചാരത്തിന്റെ ചിന്തയുണ്ടാക്കുന്നത്. ഇതല്ലാതെ എന്താണ് ഈ ഗാനമേളകളൊക്കെ നൽകിയിട്ടുള്ളത്? സമൂഹത്തിന് എന്തെങ്കിലും ഒരു നന്മ നൽകിയിട്ടുണ്ടോ? അതുകൊണ്ട് അത് ഗൾഫിലാണെങ്കിലും ശരി, നാട്ടിലാണെങ്കിലും ശരി, ഗാനമേളകളുടെ സംഘാടകരോട് നിങ്ങൾ ഉസ്താദുമാർ എത്ര എതിർത്താലും ശരി, പാട്ടുപാടിക്കോ, കുഴപ്പമില്ല. നല്ല ദീനിയായിട്ടുള്ള പാട്ടുകൾക്ക് എതിർപ്പല്ല, അതിനോട് യാതൊരു എതിർപ്പുമില്ല. മ്യൂസിക് ഇല്ലാത്ത ഗാനങ്ങൾ, അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ചുള്ള മനോഹരമായ ഗാനങ്ങൾ, അതിനെക്കുറിച്ച് ആരും ഇവിടെ എതിർക്കുന്നില്ല. പക്ഷെ പറയാനുള്ളത് എന്താണ്? സമൂഹത്തെ നശിപ്പിക്കുന്ന രീതിയിൽ, വ്യഭിചാരം ചിന്തിപ്പിക്കുന്ന രീതിയിൽ പെൺകുട്ടികളെ സ്റ്റേജിൽ കയറി നൃത്തം വെച്ചിട്ട് നാട്ടിൽ ഭൂകമ്പങ്ങളും കലാപങ്ങളും അള്ളാഹുവിന്റെ ഭയാനകമായ ശിക്ഷകളും ഉണ്ടാകുന്ന രീതിയിലേക്ക് സമൂഹത്തെ കൊണ്ടുപോവല്ലേ, നാടിനെ കൊണ്ടുപോവല്ലേ. ലഹും അദാബുൻ അലീമുൻ ഫിദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു ശിക്ഷ തരും. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കറിയില്ലെങ്കിലും പടച്ച റബ്ബിനറിയാം എന്ന